മകരവിളക്കിന് ഒരാഴ്ച ബാക്കി നിൽക്കെ ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. മകരവിളക്കിനായി നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 1,02,916 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. സന്നിധാനത്ത് നിന്ന് AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മകരവിളക്കിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങി. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം ഇത് 3-ാം ദിവസമാണ് 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുന്നത്. ഇന്നലെ 1,02,916 ഭക്തരാണ് ദർശനം നടത്തി മടങ്ങിയത്. ഇതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി 25,449 പേരും പുല്ലുമേട് പാത വഴി 5,396 തീർത്ഥാടകരും ദർശനത്തിനെത്തി. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഒരാഴ്ച മാത്രമാണ് ഇനി മകരവിളക്കിനുള്ളത്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 13, 14 തീയതികളിലായിരിക്കും ഇത്തരത്തിൽ നിയന്ത്രണം ഉണ്ടാവുക. 14-നാണ് മകരവിളക്ക് ദർശനം. 13-നും 14-നും വെർച്വൽ ക്യൂവിലും അതേപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇന്നത്തരം ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. വെർച്വൽ ക്യൂ 13-ന് 50,000-ആയും 14-ന് 40,000-ആയും പരിമിതപ്പെടുത്തും. അതേപോലെ തന്നെ 13-ന് 5,000-ഉം 14-ന് 1,000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാവുക. ഈ വെള്ളിയാഴ്ച മുതൽ അതായത് 10-ാം തീയതി മുതൽ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 10-ാം തീയതിയോടുകൂടി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ 14-ന് മകരവിളക്ക് കണ്ടു മടങ്ങുന്ന പതിവാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പരമാവധി തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ എല്ലാ തീർത്ഥാടകർക്കും തന്നെ സുഗമമായ ദർശനത്തിനുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡും അതേപോലെ തന്നെ പോലീസും എല്ലാം ചേർന്ന് ഒരുക്കുന്നത്.